അടുത്ത റിപ്പോർട്ടിലേക്ക്. കടൽ മാർഗമുള്ള ജീവനുള്ള ആടുമാടുകളുടെ കയറ്റുമതി ഓസ്ട്രേലിയൻ സർക്കാർ നിരോധിച്ചതോടെ വ്യവസായ രംഗത്ത് പ്രതിസന്ധി. പ്രധാനമായും പശ്ചിമേഷ്യയിലേക്കായിരുന്നു ഓസ്ട്രേലിയയിൽ നിന്നും ആടുമാടുകളെ കയറ്റി അയച്ചിരുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നും പെനീന മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ യുദ്ധങ്ങൾ സൃഷ്ടിച്ച പ്രതിസന്ധികൾ നേരിടുന്ന വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ കമ്പിളി കർഷകർക്ക് വൻ തിരിച്ചടിയായി എൽഡേഴ്സ് വൂൾ കമ്പനിയുടെ വ്യവസായ രംഗത്തു നിന്നുള്ള പിന്മാറ്റം. 100-ലധികം വർഷമായി വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ കമ്പിളി വിപണിയിൽ സജീവ സാന്നിധ്യമായിരുന്ന എൽഡേഴ്സ് ലിമിറ്റഡ് ഈ രംഗത്ത് നിന്ന് പിന്മാറുന്നു. 2027 ജൂലൈ മുതൽ സംസ്ഥാനത്തെ കമ്പിളി വ്യാപാര പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തലാക്കുമെന്ന് കമ്പനി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇതോടെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പിളി ഇനി മുതൽ മെൽബണിലെ കേന്ദ്രത്തിലായിരിക്കും കൈകാര്യം ചെയ്യുക. ഫെഡറൽ സർക്കാർ ഏർപ്പെടുത്തിയ കടൽമാർഗമുള്ള ജീവനുള്ള ആടുകളുടെ കയറ്റുമതി നിരോധനമാണ് ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് കമ്പനിയെ നയിച്ചത്. ഈ നിരോധനം സംസ്ഥാനത്തെ വൂൾ വ്യവസായത്തിനും ഉൽപ്പാദന മേഖലയ്ക്കും വൻ തിരിച്ചടിയായിരിക്കുകയാണ്. കമ്പിളി ഉൽപ്പാദനത്തെ മാത്രമല്ല, അനുബന്ധ വ്യവസായങ്ങളെ ഈ തീരുമാനം ദോഷകരമായി ബാധിക്കും. ചെമ്മരിയാടുകളുടെ ചർമ്മത്തിൽ നിന്നുള്ള സ്രവം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, സ്കിൻ കെയർ ക്രീമുകൾ, ലിപ് ബാമുകൾ തുടങ്ങിയവയുടെ ഉൽപ്പാദനത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പ്രാദേശികമായി പ്രവർത്തിക്കുന്ന വൂൾ ഹാൻഡ്ലിംഗ് സംവിധാനങ്ങളുടെ നിലനിൽപ്പിനെക്കുറിച്ച് കർഷകർക്കിടയിൽ ഇപ്പോൾ വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു വിപണി സംവിധാനം ഇല്ലാതാകുന്നതോടെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ വൂൾ വ്യവസായത്തിന്റെ ഭാവി അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. പെനീന മാത്യു, 24 ഓസ്ട്രേലിയ.